ന്യൂസ്റ്റിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ ദിവസത്തെയും പോലെയല്ല, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് തിരുവോണമാണ്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ പേരിലും ഹാൻസലിൻ്റെ പേരിലും ചാനലിൻ്റെ പേരിലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഞങ്ങൾ ഇന്ന് ഓണമായതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പായസമാണ്, പാൽപ്പായസം. ഇത് ഒരു സ്പെഷ്യൽ പാൽപ്പായസമാണ്. ആകെ 3 ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാൽപ്പായസമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാൽപ്പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പോയി കാണാം. അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കാൻ തുടങ്ങുവാണ്. ഇതിനാവശ്യമായത് പാല്, ഉണക്കലരി, പിന്നെ പഞ്ചസാര. അപ്പോൾ നമ്മളുടെ റേഷ്യോ എന്ന് പറയുമ്പോൾ പായസത്തിന് ഈ ഗ്ലാസ്സിന് 4:1:1 എന്നാണ്. അപ്പോൾ ഇതിന് ഈ ഒരു മാർക്കിംഗ് കണ്ടില്ലേ, ഈ ഒരു മാർക്കിംഗ്, ഇതാണ് നമ്മുടെ മാർക്കിംഗ്. ഇത്രയും വെച്ചിട്ട് നമ്മൾ 4 ഗ്ലാസ് പാല്, 1 ഗ്ലാസ് പഞ്ചസാര, പിന്നെ അരി എടുക്കുമ്പോൾ മാത്രം നമ്മൾ 1 പിടി അരി മാത്രം എടുക്കുവാണ്. നമ്മളിപ്പോ ഒരു പിടി അരി എടുത്തിട്ടുണ്ട്. ഇത് ഉണക്കലരിയാണ്. ഉണക്കലരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വെച്ചേക്കുവാണ്. പിന്നെ നമ്മൾ പ്രഷർ കുക്കറിനകത്ത് 4 ഗ്ലാസ് പാല് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പഞ്ചസാര ഓൾറെഡി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി നമ്മൾ ഈ ഉണക്കലരി ഇടാൻ പോവുകയാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അടുപ്പിലേക്ക് വെക്കാം. നമ്മൾ ഇത് ആവി വരുന്നത് വരെയും ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ അപ്പോൾ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മള് ഈ കുക്കറിന്റെ മുകളിൽ വിസിൽ ഊരിയിട്ട് നമ്മള് മൂടി വെക്കാൻ പോവാണ്. ഇനി നമുക്ക് സിമ്മാക്കി കൊടുക്കാം. ഇതിന്റെ അകത്തുകൂടി വെള്ളം ചെറുതായിട്ട് തന്നെ തുള്ളി വരാൻ തുടങ്ങും. അപ്പോഴേക്കും നമുക്ക് വിസിലിട്ട് കൊടുക്കാം. ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി വിസിലിട്ട് കൊടുക്കാം. ഇത് സിമ്മിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. സിമ്മിൽ തന്നെ ഇരുന്നാണ് ഇനി ഇത് വേകേണ്ടത്. അരമണിക്കൂർ ഇത് ഇവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം. ഇങ്ങനെ അവസാനം 35 മിനിറ്റ് ആയി. അപ്പൊ നമുക്ക് സിമ്മിൽ നിന്ന് ഓഫ് ആക്കാം. എന്നിട്ട് ഇത് ആവി പോണത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ആവിയും കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. സൂപ്പർ. വേണമെങ്കിൽ നമുക്ക് നെയ്യില് കശുവണ്ടിയൊക്കെ വറുത്ത് ഇതിന്റെ മുകളിൽ ഇടാം. പക്ഷെ എനിക്കിത് ഇങ്ങനെ കുടിക്കണത് ഇഷ്ടപ്പെടുന്നത്. ഞാൻ കശുവണ്ടി ഒന്നും വറുത്തിരുന്നില്ല. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നമ്മുടെ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പായസം ഉണ്ടാക്കുന്നത് കണ്ടില്ലേ? ഈ പായസം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇതിന് ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പാല്, അരി, പിന്നെ പഞ്ചസാര. ഈ 3 മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ പായസം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഓണത്തിന് തന്നെ അല്ലെങ്കിലും ഉത്രാടത്തിന്റെ അന്നോ അല്ലെങ്കിൽ അവിട്ടത്തിന്റെ അന്നോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പായസമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത്. ഈ പായസം ഞങ്ങള് കണ്ടുപഠിച്ചത് ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കിയാണ്. നിങ്ങൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഈ പായസം ട്രൈ ചെയ്ത് നോക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമന്റ് ബോക്സിൽ പായസം ഉണ്ടാക്കി എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക. എല്ലാവർക്കും ഞങ്ങളുടെ 2 പേരുടെ പേരിലും ചാനലിന്റെ പേരിലും ഓണാശംസകൾ നേരുന്നു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.